Ainu Mahal. Praj Mahal. Eh? वीडियो करना है ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഭുജിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ദ്വാരകയിൽ നിന്ന് വരുമ്പോൾ കിടന്നുറങ്ങിയ പെട്രോൾ പമ്പാണിത്. അപ്പോൾ ആ പെട്രോൾ പമ്പിലെ ചേട്ടന്മാർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു കമ്പിപ്പാടമാണ് കേട്ടോ ഇത്. കമ്പിപ്പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പാടത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിറഞ്ഞു നിൽക്കണതിൽ ഒരു ലോഡ് ഇലക്ട്രിക് പോസ്റ്റുകൾ, അതിൽ കൂടെ ഇങ്ങനെ അത് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. രണ്ട് സൈഡിൽ ഇലക്ട്രിക് പോസ്റ്റ്, അത് ഉദിച്ച് ജസ്റ്റ് ഇങ്ങനെ പൊന്തി വരുന്ന സൂര്യൻ, ആ നേരത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. നമ്മൾ കിടന്നുറങ്ങിയ പെട്രോൾ പമ്പിൽ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഭുജിലോട്ട്. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഭുജിൻ്റെ നമ്മളൊരു പ്രാഗ് മഹലിലോട്ടാണ് പോകുന്നത്. ഭുജിൻ്റെ കാഴ്ചകളിൽ ഏറ്റവും ആദ്യം കണ്ടിരിക്കേണ്ടതാണ് പ്രാഗ് മഹൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ പ്രാഗ് മഹലിലെത്തി. പ്രാഗ് മഹലിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പതുക്കെ ഉള്ളിലോട്ട് കയറാം. അങ്ങനെ ഈ പ്രാഗ് മഹലിൻ്റെ മുന്നിൽ വന്നിട്ട് എടുക്കുന്ന വീഡിയോ ഉണ്ടത്. ഒറ്റ നോട്ടത്തിലൊരു യൂറോപ്യൻ സ്റ്റൈൽ ബിൽഡിങ്, എന്നാലോ ആ രാജകീയ ഭംഗിക്ക് ഒരു കുറവുമില്ല. 1860കളിൽ നിർമ്മാണം ആരംഭിച്ച ഈ മഹൽ പണിതത് അന്നത്തെ രാജാവായിരുന്ന റാവു പ്രാഗ്മൽജി രണ്ടാമനാണ്. അതുകൊണ്ടാണ് ആളുടെ പേര് ഈ മഹലിനിട്ട് പ്രാഗ് മഹൽ എന്നതറിയപ്പെടുന്നത്. അങ്ങനെ മഹലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് പണിത് തുടങ്ങിയ സമയത്തുള്ളതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഫോട്ടോ വെച്ചിട്ടാണ്. ചെറിയ ടിക്കറ്റ് റേറ്റ് ഉണ്ട്, 50 രൂപ ഒരാൾക്ക്. അതുപോലെ ക്യാമറ അലൗഡ് അല്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒളിച്ചും പാത്തും എടുത്ത വീഡിയോകളാണ്. ഇനിയിപ്പോൾ അഥവാ അവരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തുണ്ടാവുക എന്നറിയില്ല എന്നുള്ള രീതിക്കാണ് എടുത്തത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കണ്ടാൽ മനസ്സിലാവില്ല, കാരണം യൂണിഫോംഡ് ആയിട്ടുള്ള സ്റ്റാഫുകളല്ല അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലാണ് വീഡിയോ എടുത്തു വെച്ചുള്ളത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഏരിയയിലെത്തി. ഇതാണ് ആദ്യത്തെ ആ കോറിഡോറിൻ്റെ ഇടത്തെ അറ്റത്തായിരിക്കുന്ന ഈ പല്ലക്കുകൾ കാണാം. അന്നത്തെ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ പോയിരുന്ന പല്ലക്കുകളാണ് ഈ വെച്ചിരിക്കുന്നത്. തൂത്ത് തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുവരെ ഭരിച്ച എല്ലാ രാജാക്കന്മാരുടെയും പേരും ഡീറ്റെയിൽസും, അവരെത്ര കൊല്ലം ഭരിച്ചു, അവരെന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ അതിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുജറാത്തിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ഗുജറാത്തിയിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. അങ്ങനെ കോറിഡോറിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അകത്തോട്ട് കയറി കേട്ടോ. അകത്തോട്ട് കയറിയപ്പോൾ ഇവിടെ ഇങ്ങനെ സീലിങ്ങൊക്കെ പെയിൻറ് ചെയ്തിട്ടുള്ള ടൈപ്പ് വർക്കുകളാണ് ഉണ്ടായിരുന്നത്. നല്ല കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുള്ളതും പോരാത്തതിന് ഇതിൻ്റെ മെയിൻ്റനൻസിനായിട്ട് അത്യാവശ്യം ലൈറ്റ്സൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാൾ ഏരിയയിൽ നിന്ന് നേരെ കിടക്കുന്നത് ദർബാർ ഹാളിലോട്ടാണ്. അന്നത്തെ ദർബാറൊക്കെ നടന്നിരുന്ന ഭയങ്കര ലെങ്ത്തുള്ള വലിയൊരു ഹാൾ. നല്ല സ്വർണ്ണ കളറിലാണ് അവിടുത്തെ ഇൻറ്റീരിയറൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും അതിൻ്റെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഈ ദർബാർ ഹാളിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൂണുകളെല്ലാം ഇറ്റാലിയൻ മാർബിളുകളാണ് കേട്ടോ വിരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ചാൻലിയറും ഇവിടുത്തെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ വർക്കുകളും ഇവിടുത്തെ ആ ഒരു പ്രൗഢി എടുത്ത് കാണിക്കുന്നുണ്ട്. കുറേ മിറർ സെൽഫികൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു മിററിൽ ഒരു രാജകീയ പ്രൗഢിയിൽ മിറർ സെൽഫി എടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാ. അങ്ങനെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ 2 നിലകളുള്ള ഈ പ്രാഗ് മഹലിൻ്റെ 2ാമത്തെ നിലയിലേക്ക് നമ്മൾ കയറിയേക്കാണ്. അപ്പോൾ ഇനി മേലത്തെ കാഴ്ചകൾ കാണാം. മേലത്തെ നിലയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആർട്ട് ഗാലറിയാണ്. ഒരുപാട് പഴയ കാലത്തെ പെയിൻറ്റിങ്സും അതുപോലെ മുന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുറച്ച് നിത്യോപയോഗ സാധനങ്ങളൊക്കെയാണ് ഈ ആർട്ട് ഗാലറിയുടെ മെയിൻ അട്രാക്ഷൻ.
അങ്ങനെ നമ്മൾ ഫോട്ടോ ഗാലറിയിൽ നിന്ന് നേരെ പുറത്തിറങ്ങുന്നത് ബാൽക്കണി ഭാഗത്തോട്ടാണ്. അങ്ങനെ ഈ ബാൽക്കണിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ 45 മീറ്റർ ഉയരമുള്ള ഈ ക്ലോക്ക് ടവറാണ്. ഈ ക്ലോക്ക് ടവറിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭുജ് നഗരം മൊത്തം കാണാൻ പറ്റും. പക്ഷേ നമുക്ക് കയറാൻ പറ്റില്ല, നമുക്കിവിടെ താഴെ നിന്ന് കാണാനുള്ള മാത്രമുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടി, ഇങ്ങനെ കറങ്ങി ഫോട്ടോ എടുക്കുന്ന പരിപാടി, ഇത് പക്ഷേ ഇവിടുത്തെ ടൂറിസത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മീയമായ ഒരു ഇതായിക്കോട്ടെ, ചരിത്രപരമായിട്ടുള്ള എന്തോ ആയിക്കോട്ടെ, അവിടെ എല്ലാം ഇവിടെയുള്ള ലോക്കലി ഉള്ള ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ചെറിയ ചായക്കട ആയിക്കോട്ടെ, ഇപ്പോൾ കറങ്ങുന്ന ക്യാമറ, അങ്ങനെ എല്ലാ സൗകര്യവും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു കലാകാരനാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് ആൾ തന്നെ പാടുകയും ആൾ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പരിപാടി ഇങ്ങനെ പാട്ട് പാടി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആൾ ജീവിക്കുന്നത്. ആളുടെ പാട്ട് കേൾക്കാം നമുക്ക്. मारुति बंगलो कौन रे बनायो, बंगला ने मांटना हवेली ने मांटना देव मारो माए। मारुति बंगलो कौन रे बनायो, मारुति बंगलो कौन रे बनायो, बंगला ने मांटना हवेली ने मांटना देव मारो माए। मारुति बंगलो कौन रे बनायो, नती किलो के नती किले मारा माए। मारुति बंगलो कौन रे बनायो, मारुति बंगलो कौन रे बनायो, बंगला ने मांतना हवेली ने मांतना केव मारो माए। मारुति बंगलो कौन रे बनायो, नती किलो के नती किली मरा माए। मारुति बंगलो कौन रे बनायो, हेलो मारो नाम परो ने रानो दाना राजा, हेलो मारो नाम परो ने रानो दाना राजा, हुकम करो तो की यात्रा जाए। मारो हेलो नाम परो रे मारो तो तामरो ओ दे। ऊंचा ऊंचा डूंगरा ने विचना ते तो मारी ना केवानिया ने माल तो मारो तो तामरो ओ दे. അങ്ങനെ നമ്മൾ വരുമ്പോൾ വേറെ 2 പേരുണ്ടായിരുന്ന സ്ഥലത്ത് ആൾ പാട്ട് തുടങ്ങിയ ശേഷം ആൾ കൂടിയിട്ടോ. ഈ സച്ച ക്രൗഡ് പുള്ളർ, നല്ല അടിപൊളി ഒരു മനുഷ്യൻ, ഒരു അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് പാട്ടും പാടി ആളിങ്ങനെ ഊരി ചുറ്റി നടക്കുകയാണ്. അപ്പോൾ ആളോട് സംസാരിച്ചപ്പോൾ ആൾ ഈ അടുത്തായിട്ട് ഗുജറാത്തിലൊരു ഫെസ്റ്റ് നടന്നിരുന്നു, അവിടെയൊക്കെ പാടാൻ വന്നിരുന്നു. അതുപോലെ ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, ആളിങ്ങനെ വീഡിയോ എടുത്ത് യൂട്യൂബിലിടും, അങ്ങനെയൊക്കെയാണ് ആൾ ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ആൾക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് പിന്നെ ഒരു നല്ലൊരു സെൽഫി എടുത്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞേട്ടാ. നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ മഹലിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി പുറം കാഴ്ചകളിലോട്ട് പോവാം. ചെറിയൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, അത് പോയി കാണാം. അങ്ങനെ ആ മാർക്കറ്റ് പ്ലേസിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ആദ്യത്തെ കടയിൽ തന്നെ നമ്മൾ കയറി. ഇവിടെ ഇങ്ങനെ ഡ്രീം ക്യാച്ചർ പോലത്തെ സാധനങ്ങൾ, അതുപോലെ ഈ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ശബ്ദം വരില്ലേ, അങ്ങനത്തെ അതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ മുടിഞ്ഞ വിലയുണ്ടോ, 3000-4000 രൂപയൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. ബാർഗെയിൻ ചെയ്യാൻ പോയിട്ട് വാങ്ങണമെന്ന് പോലും ഞാൻ ആലോചിച്ചില്ല. പക്ഷേ നല്ല ശബ്ദം ഉണ്ടായിരുന്നു, അത് ഒരു കാരണവശാലും പൊട്ടില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും എന്നാണ് ആൾ പറഞ്ഞത്. അത് നല്ല അടിപൊളി മെറ്റീരിയലാണ്. പരമാവധി അങ്ങേര് അത് മേടിക്കാൻ വേണ്ടി നിർബന്ധിച്ചെങ്കിലും നടക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പതുക്കെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. വൻ ആയുധ ശേഖരമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ആയുധശേഖരം. ആയുധശേഖരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പേനാക്കത്തി മുതൽ വടിവാൾ വരെ കിട്ടുന്ന ഒരു ചെറിയ കട. ആളോട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, ഈ ആയുധങ്ങളൊക്കെ വിൽക്കുന്ന ആളാണല്ലോ, ഇനിയിപ്പോൾ ആൾ ടെററാണെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്ന് വെച്ചാൽ ആദ്യം തന്നെ ആളോട് ചോദിച്ചു വീഡിയോ എടുക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ആൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, വീഡിയോ എടുത്തത് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ വിഷ്വൽസ് മൊത്തം എടുത്ത് ആളോട് ചെറിയൊരു ചിറ്റാറ്റിന് നിന്നു. അങ്ങനെ മാർക്കറ്റ് പ്ലേസിൽ അത്ര അധികം കടകളൊന്നുമില്ല, വേറെ അധികം കടകളൊന്നുമില്ല. പിന്നെ ഡ്രസ്സ് കടയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അധികം അവിടെ സമയങ്ങളായത് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഈ മഹലിൻ്റെ ഫ്രണ്ടിൽ തന്നെ
ഈ രാജാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ഒരു പ്രതിമ. ഇങ്ങേരാണ് അവിടുത്തെ അവസാനത്തെ രാജാവ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രാഗ് മഹലിനൊരു വെസ്റ്റേൺ സ്റ്റൈൽ കിട്ടാൻ കാരണം ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഹെൻറി സെയിൻറ്റ് വിൽക്കിൻസ് ആണ്. കാരണം ഇറ്റാലിയൻ ഗോതിക് ശൈലിയിൽ ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തത് അങ്ങേരാണ്. അപ്പോൾ നമുക്ക് ഭുജിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണുവാൻ വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.